മനുഷ്യ നീ മണ്ണിലെ ജീവിതം മരിക്കില്ല മനസ്സിൽ നിന്നും നിൻ പുതു യൗവനം മായാത്ത താരങ്ങൾ പോലെ മണ്ണിൽ തിളങ്ങുമോ ഇനി നീ വീണ്ടും മായാത്ത താരങ്ങൾ പോലെ മണ്ണിൽ തിളങ്ങുമോ ഇനി നീ വീണ്ടും ജനമി വീതിയിൽ അറിഞ്ഞിരുന്നില്ല നീ ഇനിയൊരു ലോകമുണ്ടെന്ന് അവിടെ നിനക്കൊരു ജന്മമുണ്ടെന്ന് വിജനമി വീതിയിൽ അറിഞ്ഞിരുന്നില്ല നീ ഇനിയൊരു ലോകമുണ്ടെന്ന് അവിടെ നിനക്കൊരു ജന്മമുണ്ടെന്ന് ലോകമേ ലോകമേ നീയേ നീയേ സാക്ഷി നീയേ നീയേ സാക്ഷി മറന്നുവോ മനുഷ്യ നീ മണ്ണിലെ ജീവിതം മരിക്കില്ല മനസ്സിൽ നിന്നും നിൻ പുതു യൗവനം മായാത്ത താരങ്ങൾ പോലെ മണ്ണിൽ തിളങ്ങുമോ ഇനി നീ വീണ്ടും മായാത്ത താരങ്ങൾ പോലെ മണ്ണിൽ തിളങ്ങുമോ ഇനി നീ വീണ്ടും മറന്നുവോ മനുഷ്യ നീ മണ്ണിലെ ജീവിതം മരിക്കില്ല മനസ്സിൽ നിന്നും നിൻ പുതു യൗവനം മലപ്പുറത്ത് കലക്ട്രേറ്റ് നടയിൽ 888 ദിവസമായി തുടരുന്ന ഈ സത്യാഗ്രഹത്തെ കുറിച്ച് അറിയാനും സത്യാഗ്രഹ വേദിയിൽ നിന്നുള്ള സന്ദേശം സഹപാഠികൾക്കും അധ്യാപകർക്കും സമൂഹത്തിനും എത്തിക്കാനും സ്കൂളിൽ നിന്ന് ഇവിടെ എത്തിയിരിക്കുന്ന വിദ്യാർത്ഥികളോടാണ് ഞാൻ സംസാരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ വലിയൊരു ശക്തിയായിരുന്നു വിദ്യാർത്ഥി സമൂഹം. അവരെ ഉണർത്താനും ഇറക്കാനും പറ്റിയ നേതൃത്വം അന്ന് ഈ രാജ്യത്തുണ്ടായിരുന്നു. മഹാത്മാഗാന്ധിയുടെ മഹാപ്രഭാവത്തിൽ ആകൃഷ്ടരായിട്ടാണ് ആ വിദ്യാർത്ഥി സമൂഹത്തിന്റെ പ്രവാഹമുണ്ടായത്. പക്ഷെ അങ്ങനെ ഇന്ന് കർമ്മക്ഷമത നൽകി വിദ്യാർത്ഥികളെ ഒരു ചിന്തയ്ക്കെതിരെ രംഗത്തിറക്കാൻ രാഷ്ട്രീയക്കാർക്ക് സാധിക്കുന്നില്ല. മതനേതാക്കൾക്ക് വരെ ഒരു പ്രക്ഷോഭ സജ്ജമാക്കാൻ വിദ്യാർത്ഥികൾക്ക് പ്രചോദനം നൽകാൻ സാധിക്കുന്നില്ല. വിദ്യാർത്ഥികൾ കേവലമായ ചില ജാഥകൾ, ചില പ്രകടനങ്ങൾ ഏറിയാൽ ഈ കലക്ട്രേറ്റ് മുമ്പിൽ വന്നിട്ട് ഒരു മുദ്രാവാക്യം വിളി അതോടെ അവസാനിക്കുക. കേരളത്തിലെ വിദ്യാർത്ഥി വർഗം സ്വതന്ത്രമല്ല. അവർ കക്ഷി രാഷ്ട്രീയത്തിന്റെ അടിമകളാണ് ഏറിയ കൂറും. കക്ഷി നേതാക്കൾ എന്താണോ പരിപാടിയിടുന്നത് അതിനെ വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നുള്ളൂ. പിന്നെ വിദ്യാർത്ഥികളെ കർമ്മക്ഷമരാക്കേണ്ടത് സാമൂഹ്യ തിന്മകൾക്കെതിരെ അധ്യാപകരാണ്. ഒരു അധ്യാപകനും ഇമാതിരി ഒരു പ്രക്ഷോഭ സ്വഭാവമുള്ള പരിപാടികളിലേക്ക് പ്രചോദിതരാക്കാൻ സാധിക്കുന്നില്ല തങ്ങളുടെ വിദ്യാർത്ഥികളെ. പിന്നെയുള്ള ഒരു പ്രസ്ഥാനമാണ് NSS. അത് കേവലമായ ചില ആചരണ പരിപാടികളിൽ ഒതുങ്ങി നിൽക്കുകയാണ്. അതിനായി 800 ദിവസങ്ങളിൽ 900
കൊണ്ട് നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പത്രങ്ങളിലും മാധ്യമങ്ങളിലും ഒക്കെ നമ്മൾ കാണി കേൾക്കുന്ന വാർത്ത സമൂഹത്തിൽ ചില ഇച്ഛിച്ചായി നയിക്കുന്നതിന്റെ അതിന്റെ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നതിന്റെ മോഷണവും പൊലിപ്പണിയും വരുന്നതിന്റെ കുടുംബത്തിന് ശാന്തി സമാധാനം നഷ്ടപ്പെടുന്നതിന്റെ കുഞ്ഞുങ്ങൾക്ക് വീട്ടിലിരുന്ന സ്വസ്ഥമായിട്ടുള്ള നിങ്ങളുടെ ഈ സംരംഭത്തെ ഞാൻ അനുമോദിക്കുകയാണ്. സഹജമായ ഒരു വിദ്യാർത്ഥി സമൂഹത്തിന് വേണ്ടി അവരുടെ കുട്ടികൾ ഒത്തുചേർന്ന് തയ്യാറാക്കിയിട്ടുള്ള ഒരു ഡോക്യുമെന്ററിയാണ്. ഈ ഡോക്യുമെന്ററിയുടെ സന്ദേശം എല്ലാവരും വേണ്ടതാണ്. ആശംസകൾ. ലഹരിയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് കുട്ടികളെ ബോധവാന്മാരായിട്ടുള്ള നേതൃത്വത്തോട് കൂടിയിട്ട് ഉന്നതമായിട്ടുള്ള കേന്ദ്രത്തിലുള്ള കുട്ടികൾ ഒരു വളരെ നല്ലൊരു ഉദ്യമത്തിൽ അവർ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ക്യാമ്പസുകളെ മുച്ചൂട് നശിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു തിന്മയായി കുട്ടികൾക്കുള്ള പ്രവേശനമായി മാറിയിരിക്കുകയാണ് മദ്യപാനവും അതുപോലെയുള്ള ലഹരിയുടെ ഉപയോഗവും. നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ തിന്മ എന്ന് നമുക്ക് വിളിക്കാൻ സാധിക്കുന്നത് ഈ ലഹരിയുടെ ഉപയോഗമാണ്. ഈ കൗമാരപ്രായത്തിലെ കുട്ടികൾക്ക് തീർച്ചയായിട്ടും ലഹരി എന്താണ് എന്ന് അവർ അറിയുന്നില്ല. അവർ അറിയാതെ അതിൻ്റെ ആ മാസ്മരിക ലോകത്തേക്ക് വീണു പോവുകയും ഒരുപക്ഷെ തിരിച്ചു കയറാൻ സാധിക്കാത്ത രീതിയിൽ അവർ അതിൽ അകപ്പെട്ടു പോവുകയും ചെയ്യുന്നത് നമ്മൾ സാധാരണ പത്രങ്ങളുടെയും മറ്റു മാധ്യമങ്ങളുടെയും അറിയുന്ന ഒരു കാര്യമാണ്. ഇത്തരം അവസ്ഥയിൽ ഇത്തരത്തിലൊരു ഉദ്യമത്തിലേക്ക് ഇറങ്ങിത്തിരിച്ച കുട്ടികളോട് പ്രവർത്തകരോട് എൻ്റെ അതുപോലെ അഭിനന്ദനങ്ങൾ ഞാൻ രേഖപ്പെടുത്തുകയും ഇതുപോലെയുള്ള മറ്റ് ഉദ്യമങ്ങളിലേക്കും അവർ തീർച്ചയായും സജ്ജീകരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഈ അവരുടെ ഈ നിർമ്മാണ പ്രവർത്തനത്തിന് ഈ ഡോക്ടർ നിർമ്മാണത്തിന് എല്ലാവിധ പ്രവർത്തനങ്ങളും